അങ്ങനെ ഞാനിന്ന് ഫസ്റ്റ് ടൈം സൂഷി ട്രൈ ചെയ്യാൻ വന്നേക്കുവാണ്. കാക്കനാടുള്ള ചോപ്പ് സ്റ്റിക്സിലാണ് വന്നേക്കുന്നത്. ഞാനും പിന്നെ എൻ്റെ ഒപ്പം ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അവിടെ ജാപ്പനീസ് ക്വിസിനും ഉണ്ടായിരുന്നു, പാനേഷ്യൻ ക്വിസിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ വഴുതിട്ട് നേരെ ജാപ്പനീസിൽ പോയി. സൂഷീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് പാനേഷ്യൻ ക്വിസിനിലായിരുന്നു. അങ്ങനെ അവർ ഞങ്ങളെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞങ്ങൾ മേളിലേക്ക് പോയി. അവിടുത്തെ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ താരം വന്നു, ചോപ്പ് സ്റ്റിക്ക്. ഇനി ഇത് യൂസ് ചെയ്യാൻ പഠിക്കണമല്ലോ. അവനറിയാം, പക്ഷേ എനിക്കറിയത്തില്ല. ഞാനത് പഠിച്ചു. പക്ഷേ സൂഷി വന്നപ്പോഴത്തേക്കും എനിക്ക് എന്ത് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പഠിച്ച പണി 18 നോക്കിയിട്ട് ഞാനൊത്തിരി പ്രഷറൊന്നും കൊടുക്കാതെയാണ് എടുത്തത്. എന്നിട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. സാൽമൺ ഫ്ലേവർ വരുന്ന ഒരു സൂഷിയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ എന്തോ അവോക്കാഡോ പിന്നെ വേറൊരു ഫില്ലിംഗ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും കഴിക്കണമെന്നുള്ളതുകൊണ്ട് അവസാനം ഞാൻ കൈ വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ നല്ല അന്തസ്സായിട്ട് ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിച്ചപ്പോൾ ഞാൻ എൻ്റെ കൈ യൂസ് ചെയ്ത് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് കഴിച്ചു. ചില വീഡിയോസൊക്കെ കാണുമ്പോഴത്തേനും ആൾക്കാരിങ്ങനെ ഓക്കാനിക്കുന്ന എക്സ്പ്രഷനൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ആ ഒരു മൈൻഡിലാണ് പോയത്. അതുകൊണ്ട് വായിൽ വെച്ചപ്പോൾ എനിക്കെന്തോ ടേസ്റ്റ് ഫീൽ ചെയ്തെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ചവച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ടേസ്റ്റ് ഉണ്ടെന്നല്ല, കഴിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ വിട്ടുകൊടുത്തില്ല. അതേ കണ്ടോ, ഞാനിപ്പോൾ ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്തു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ വന്ന ഫുഡെല്ലാം ഞാൻ ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്താണ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ എന്തോ ഒരു റൈസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അതും കഴിച്ചു. അതും അടിപൊളിയായിരുന്നു. അത് അത്യാവശ്യം ഒരു മസാല ഒക്കെ ഉള്ള ഒരു സാധനമായിരുന്നു. സാൽമൺ റോ ഫിഷ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ മീനിൻ്റെ ചൊവ്വ അങ്ങനത്തെ ഒരു സാധനമൊന്നും ഇല്ല. സാൽമൺ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. സൂഷി ട്രൈ ചെയ്യണമെന്നുള്ളവരൊക്കെ പെട്ടെന്ന് പോയി ട്രൈ ചെയ്തു. അപ്പോൾ ശരി, ബൈ ബൈ.